ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് പുതിയൊരു ക്ലാസ് ആരംഭിച്ചാലോ? അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടം? വീട്ടിലിരിക്കാനാണ്. എന്തായാലും നമുക്ക് യാത്രകളൊന്നും പോകും. ഏതൊക്കെ തരത്തിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് പോകാനായിട്ട് ഇഷ്ടം? എനിക്കിഷ്ടം മലകൾ, കാട്, അത്തരം സ്ഥലങ്ങളാണ്. നിങ്ങൾക്കൊക്കെ എവിടെയാണ്? ഓക്കെ. ആ വെള്ളത്തിൽ പോകാൻ ഇഷ്ടമുള്ളത്. വെള്ളം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് എവിടെയാവും? കടൽ. അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, കടലും പുഴയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തൊക്കെയായിരിക്കും കടലും പുഴയും? രണ്ടിലെന്തുണ്ട്? വെള്ളമുണ്ട്. ആ വെള്ളം തന്നെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്? ഉണ്ട്. എന്താ അത്? കടലിൽ എന്തുണ്ട്? കടലിൽ തിരമാലകളുണ്ട്. അപ്പം നമുക്ക് ആ തിരമാലകൾ എങ്ങനെ ഉണ്ടാവുമെന്നറിയാം. ആർക്കെല്ലറിയോ? ഇല്ലല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ തിരമാലകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അതിനെക്കുറിച്ച് പഠിക്കാം നമുക്ക്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു? തിരമാലകളെക്കുറിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തിരമാലകളെക്കുറിച്ച് പഠിക്കാം. തിരമാലകൾ എന്ന് പറയുമ്പോൾ നമ്മളെന്താ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പൊന്തി വരുന്നു. വെള്ളം അനങ്ങുന്നു. എങ്ങനെയായിരിക്കും അത് അനങ്ങുന്നുണ്ടാവുക? തിരമാലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞു തരട്ടെ. കാറ്റുകൾ സമുദ്രത്തിൻ്റെ ജലോപരിതലത്തിൽ ഏൽപ്പിക്കുന്ന ഘർഷണമാണെന്ത്? തിരമാലകൾ. അങ്ങനെ പറഞ്ഞാൽ ഘർഷണം എന്ന് പറയുമ്പോൾ വെള്ളവും കാറ്റ് വെള്ളത്തിൻ്റെ മുകളിൽ ഏൽപ്പിക്കുന്ന ഒരു ഉരസൽ. അത് കാറ്റിൻ്റെ വേഗതയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അനക്കത്തിൽ വ്യത്യാസം വരുന്നു. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? തിരമാലകൾ രൂപം കൊള്ളുന്നത്. അടുത്തതായി ഇനി തിരമാലകൾ എന്താണെന്ന് പഠിച്ചു. ഈ തിരമാലയ്ക്ക് ചില ഭാഗങ്ങളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? തിരമാലകളുടെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാളുടെ രൂപം എടുത്ത് നോക്കുമ്പോൾ ആൾക്ക് എന്തുണ്ട്? ടീച്ചർ നോക്കിയാൽ ടീച്ചറുടെ ഇവിടെ നിന്നിട്ട് ഈ തല മുതൽ കാലിൻ്റെ അടിവരെയുള്ള ഭാഗമാണെന്ത്? ടീച്ചറുടെ ഹൈറ്റ്. അതുപോലെ തന്നെ ഒരു തിരമാലയ്ക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൈറ്റ് അഥവാ ഉയരം. അപ്പോൾ ആ മുകൾ വശം തുടങ്ങി താഴെ വരെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തിരോന്നതി. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറഞ്ഞു തരാം. തിരയുടെ ഉയർന്ന ഭാഗമാണ് എന്ത്? തിരാശിഖിരം. അതുപോലെ തന്നെ തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് തിരയുടെ തിരാദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് തിരാശിഖിരങ്ങൾ തമ്മിലുള്ള അകലത്തെ തിരാദൈർഘ്യം എന്ന് പറയുന്നു. അടുത്തതാണ് തിരോന്നതി. തിരാതടം മുതൽ തിരാശിഖിരം വരെയുള്ള ലംബദൂരത്തെ തിരോന്നതി എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് തിരമാലകൾ എന്താണെന്ന് വ്യക്തമായി ഒന്നും കൂടി പറഞ്ഞു നോക്കാം. കാറ്റ് തരംഗം അല്ലെങ്കിൽ കാറ്റ് ജനറേറ്റ് വാട്ടർ വേവ് ജലത്തിൻ്റെ ഉപരിതലത്തിന് മുകളിലൂടെ വീശുന്ന കാറ്റിൻ്റെ ഫലമായി ജലാശയങ്ങളുടെ സ്വതന്ത്ര ഉപരിതലത്തിൽ സംഭവിക്കുന്ന ഒരു ഉപരിതരംഗമാണ് തിരമാലകൾ. തിരമാലകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ? കാറ്റുമൂലമോ ഭൂകമ്പം മൂലമോ ജലാശയങ്ങളുടെ ഉപരിതലത്തിലുണ്ടാകുന്ന ജലതരംഗത്തെയാണ് തിര അല്ലെങ്കിൽ തിരമാല എന്ന് പറയുന്നത്. സമുദ്രങ്ങൾ, തടാകങ്ങൾ, നദികൾ തുടങ്ങി തുറസായ ഉപരിതലമുള്ള ജലാശയങ്ങളിൽ മുഖ്യമായും വായുപ്രവാഹം മൂലമാണ് ഈ ജലതരംഗങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ രീതിയിലാണ് തിരമാലകൾ രൂപം കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു. കുളങ്ങൾ, കിണറുകൾ, നീർക്കുഴികൾ തുടങ്ങിയ നന്നേ ചെറിയ ജലപരപ്പുകളിൽ പോലും തിരകൾ ഉണ്ടാകാം. എങ്കിലും ഇത്തരം തിരകൾ ക്രമേണ നിസ്സാരവും ദുർബലവുമാണ്.
ജലപ്പരപ്പിൻ്റെ പ്രതല വിസ്തീർണവും വായുപ്രവാഹത്തിൻ്റെ സ്വാധീനവും കൂടുന്നതിനനുസരിച്ച് തിരകളുടെ എണ്ണവും നീളവും ഉയരവും വർദ്ധിക്കുന്നു. ഇത് തിരകളുടെ വലിപ്പത്തിനും ഉയരത്തിനും വളരെയധികം വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതുമൂലമാണ് വലിയ തിരകളും ചെറിയ തിരകളും കാണാനായി സാധിക്കുന്നത്.